മഥനത്തിന്റെ നിഗൂഢമായ പ്രപഞ്ചശാസ്ത്ര അർത്ഥം. കൂർമാവതാരം, കോസ്മിക് അർത്ഥങ്ങൾ. നമസ്കാരം സുഹൃത്തുക്കളെ, ദശാവതാര പരമ്പരയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശക്തി ക്ഷയിച്ച ദേവന്മാർ അമൃതനായി അസുരന്മാരുമായി ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങിയതും താഴേക്ക് പതിച്ച മന്ധര പർവ്വതത്തെ മഹാവിഷ്ണു കൂർമാവതാരമെടുത്ത് തന്റെ പുറന്തോടിൽ താങ്ങി നിർത്തിയതുമാണ്. ഒന്നാം അവതാരമായ മത്സ്യാവതാരത്തെ പോലെ തന്നെ ഈ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിന് പിന്നിലും ശാസ്ത്രത്തിന്റെയും പ്രപഞ്ചശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും അതിശയിപ്പിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ആ കോസ്മിക് അർത്ഥങ്ങളാണ്. ആദ്യം തന്നെ നമുക്കിതിന്റെ പരിണാമ സിദ്ധാന്തപരമായ വശം നോക്കാം. ജൈവ പരിണാമത്തിൽ ജീവന്റെ ആദ്യ കണം വെള്ളത്തിലാണ് ഉണ്ടായത് എന്ന് നമ്മൾ മത്സ്യാവതാരത്തിൽ കണ്ടു. എന്നാൽ പരിണാമത്തിന്റെ അടുത്ത ഘട്ടം എന്തായിരുന്നു? വെള്ളത്തിൽ നിന്ന് ജീവികൾ പതിയെ കരയിലേക്ക് കയറാൻ തുടങ്ങി. അതായത് വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഉഭയജീവികളുടെ ആംഫിബിയൻസ് ഉത്ഭവം. ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമായ ആമ അല്ലെങ്കിൽ കൂർമ്മം ഒരു ഉഭയജീവിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട പുരാണങ്ങളിൽ പ്രപഞ്ചത്തിന്റെ പരിണാമഘട്ടങ്ങൾ എത്ര കൃത്യമായ ക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കൂ. വെള്ളത്തിലെ മത്സ്യത്തിൽ നിന്ന് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയിലേക്കുള്ള മാറ്റം പരിണാമശാസ്ത്രത്തെ കൃത്യമായി അടിവരയിടുന്നു. ഇനി ഇതിന്റെ പ്രപഞ്ചശാസ്ത്രപരമായ കോസ്മോളജിക്കൽ അർത്ഥത്തിലേക്ക് വരാം. ശൂന്യാകാശത്തിൽ ഒരു പുതിയ നക്ഷത്രവ്യൂഹമോ ഗ്രഹങ്ങളോ ഉണ്ടാകുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പാലാഴി മഥനം സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലെല്ലാം ഒരു വാതകപടലമായിരുന്നു. അതിനെയാണ് പാലാഴി അഥവാ ക്ഷീരസാഗരം എന്ന് വിളിക്കുന്നത്. അതിനെ രണ്ട് വിപരീത ശക്തികൾ ചേർന്ന് വശങ്ങളിലേക്ക് വലിച്ചു കറക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ശക്തികളും ദേവന്മാർ, നെഗറ്റീവ് ശക്തികളും അസുരന്മാർ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങളാണത്. ഈ കറക്കത്തിന്റെ ഫലമായി കേന്ദ്രത്തിൽ ഒരു വലിയ ഗുരുത്വാകർഷണ കേന്ദ്രം, ഗ്രാവിറ്റി സെന്റർ ആവശ്യമായി വന്നു. ആ ഗുരുത്വാകർഷണ ശക്തിയാണ് പർവ്വതത്തെ താങ്ങി നിർത്തിയ കൂർമ്മം. പ്രപഞ്ചത്തിലെ സകല ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കേന്ദ്രത്തിൽ നിർത്തി കറക്കുന്ന ആ മഹാഗുരുത്വാകർഷണ ശക്തിയെയാണ് ഭഗവാൻ കൂർമ്മരൂപത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ഇതിനെയെല്ലാം കാൾ മനോഹരമായ ഒരു മനഃശാസ്ത്രപരമായ പാഠം കൂടി ഈ കഥയിലുണ്ട്. നമ്മുടെ മനസ്സ് തന്നെയാണ് പാലാഴി. അമൃത് എന്നത് നമ്മുടെ ഉള്ളിലെ സമാധാനവും സന്തോഷവും വിജയവുമാണ്. അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ മഥനം ചെയ്യണം, അതായത് കഠിനാധ്വാനം ചെയ്യണം. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളും ദേവന്മാർ, ചീത്ത ചിന്തകളും അസുരന്മാർ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് വലിയൊരു ആത്മവിശ്വാസവും സ്ഥിരതയും ആവശ്യമാണ്. ഇളകാതെ നിൽക്കുന്ന പർവ്വതം നമ്മുടെ ലക്ഷ്യബോധമാണ്. അതിനെ താങ്ങി നിർത്തുന്ന കൂർമ്മം നമ്മുടെ ഉള്ളിലെ അചഞ്ചലമായ മനസ്സാകുന്നു. കൂടാതെ ആമ എന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി ഭരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഒരു അപകടം വരുമ്പോൾ ആമ തന്റെ കൈകാലുകളും തലയും പുറന്തോടിനുള്ളിലേക്ക് വലിച്ച് സുരക്ഷിതമാക്കുന്നു. അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികളോ പ്രലോഭനങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. ബാഹ്യമായ തടസ്സങ്ങളിൽ ഉലയാതെ ഉള്ളിലേക്ക് തിരിഞ്ഞ് സമാധാനം കണ്ടെത്താൻ കഴിയുന്നവന് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഭഗവാൻ തന്റെ രൂപത്തിലൂടെ കാണിച്ചു തരുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്ഭവവും ഗുരുത്വാകർഷണ രഹസ്യവും മനുഷ്യ മനസ്സിന്റെ നിയന്ത്രണവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന കൂർമാവതാരത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് പാലാഴി മഥനം തുടർന്നപ്പോൾ ഉണ്ടായ ഭീകരമായ സംഭവങ്ങളാണ്. കടച്ചിലിന്റെ വേഗത കൂടിയപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാൻ ശേഷിയുള്ള ആ മാരക വിഷം ഉയർന്നു വന്നു. ദേവന്മാരും അസുരന്മാരും ഭയന്നോടിയ ആ നിമിഷം ആരാണ് രക്ഷകനായത്? അമൃതനായുള്ള ആ മഹാപോരാട്ടം എങ്ങനെയാണ് മുന്നോട്ടു പോയത്? ദശാവതാര പരമ്പരയുടെ 8ാമത്തെ ദിവസമായ നാളെ കൂർമാവതാരം, ദ മെയിൻ ബാറ്റിൽ എന്ന വീഡിയോയിലൂടെ നമുക്കത് കാണാം. ഈ ശാസ്ത്രീയവും ആത്മീയവുമായ അറിവുകൾ നിങ്ങൾക്ക് പുതിയൊരു ചിന്ത നൽകിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസങ്ങളിലെ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ പിന്തുടരുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കുറിക്കുമല്ലോ. നന്ദി, നമസ്കാരം.